അങ്ങനെ ന്യൂസ് മോർണിംഗ് തുടരുമ്പോൾ കായിക വാർത്തകളിലേക്കാണ്. രാവിലെ കായിക വാർത്തകൾ പറഞ്ഞാണ് തുടങ്ങിയതല്ലേ? തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും അതൊന്ന് വിശദമായി അറിയണം, വിശദമായി അതിലേക്ക് പോകണം. മഹേഷ് പോലൂരാണെന്ന് സ്പോർട്സ് വാർത്തകളുമായി നമ്മോടൊപ്പം ഉള്ളത്. വെരി ഗുഡ് മോർണിംഗ് മഹേഷ്. നമ്മൾ രാവിലെ പറയുകയായിരുന്നു ഞാൻ ജിൽസിയും, ഇപ്പോൾ ഇന്ത്യൻ പുരുഷന്മാരെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ആശ്വാസത്തിന് വനിതകളുടെ മത്സരം വന്നത്, അവിടെയും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ചിത്രമാണ് ഇന്നലെ കണ്ടത്. ആ മത്സരം വിശദമായി തന്നെ മഹേഷ് പറയും. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം ഫുട്ബോൾ കളത്തിലടക്കം എന്തെല്ലാം സംഭവിച്ചു എന്ന്. സൈഫു, ജിൽസി ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനെ ഇന്ത്യൻ വനിതാ ടീം പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബാഴ്സലോണയ്ക്ക് തോൽവി ഉണ്ടായി. ലാലിഗയിൽ ഇന്നലെ ബാഴ്സ പ്രതീക്ഷിതമായി വലിയൊരു തോൽവി ഉണ്ടായി. ഒപ്പം ഇന്ത്യ എ ടീം ഓസ്ട്രേലിയയെ തകർത്ത പരമ്പര നേടിയിട്ടുണ്ട്. മറ്റൊരു ഏകദിന ക്രിക്കറ്റിൽ സൈഫു ഒരു ട്രിപ്പിൾ സെഞ്ചുറിയെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു ട്രിപ്പിൾ സെഞ്ചുറി ഇന്നലെ ഒരു ഏകദിന ക്രിക്കറ്റിൽ വന്നിട്ടുണ്ട്. അതടക്കമുള്ള വിശദമായ വാർത്തയുണ്ട്, സൂപ്പർ ലീഗ് വാർത്തകളുണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ച വാർത്തകളുണ്ട്. നിറയെ സമ്പന്നമാണ് ഇന്നത്തെ കായിക വാർത്തകൾ. ശരി, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വനിതാ ഏകദിന ലോകകപ്പിലേക്ക് തന്നെയാണ്. പാകിസ്ഥാനെ ഇന്ത്യ ഇന്നലെ പരാജയപ്പെടുത്തി. 88 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 247 റൺസാണ് എടുത്തത്. വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ പക്ഷേ 159 ഓൾ ഔട്ടായി. ഇന്ത്യയുടെ പേസ് ബൗളർ ക്രാന്തി ഗൌഡും സ്പിന്നർ ദീപ്തി ശർമ്മയ്ക്കും 3 വിക്കറ്റ് വീതം ലഭിച്ചു. ലോകകപ്പ് കളത്തിലും പാകിസ്ഥാന് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. പ്രേമദാസ സ്റ്റേഡിയത്തിൽ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 43 ഓവറിൽ 159 എല്ലാവരും പുറത്തായി. 81 റൺസ് നേടിയ സിദ്ര അമീൻ മാത്രമാണ് ബാക്കി നിരയിൽ പിടിച്ചു നിന്നത്. 3 വിക്കറ്റ് വീതം നേടിയ ദീപ്തി ശർമ്മ, ക്രാന്തി ഗൌഡ് എന്നിവരാണ് പാകിസ്ഥാനെ തകർത്തത്. സ്നേഹ റാണ 2 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യൻ നിരയിൽ ഹർലീൻ ഡിയോൾ 46 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. റിച്ച ഘോഷ് പുറത്താകാതെ 35ഉം ജമീമ റോഡ്രിഗസ് 32 റൺസ് നേടി ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. 1-ാം വിക്കറ്റിൽ സ്മൃതി മന്ദാന പ്രതികാ റാവൽ കൂട്ടുകെട്ട് 48 റൺസ് ചേർത്തു. പാകിസ്ഥാന് വേണ്ടി ദിയാന ബെയ്ഗ് 4 വിക്കറ്റ് എടുത്തു. സാദിയ ഇക്ബാൽ, ഫാത്തിമ സന എന്നിവർക്ക് 2 വിക്കറ്റ് വീതവും കിട്ടി. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ മത്സരം ജയിച്ച ടീമിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തിയിരുന്നു. ബാറ്റിംഗ് ഓൾറൗണ്ടറായ അമൻജോത് കൗറിന് പകരം ബൗളറായ രേണുക സിംഗ് താക്കൂർ ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ലെത്തി. 10 ഓവറിൽ 20 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടിയ ക്രാന്തി ഗൌഡാണ് കളിയിലെ താരം. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ ഏറ്റുമുട്ടിയ 12 തവണയും ഇന്ത്യക്കാണ് ജയം. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കൊളംബോയിലെ മത്സരം നിർത്തിവെപ്പിച്ച ചില വില്ലന്മാരുണ്ട്. കളിക്കളത്തിലെ പ്രാണിക്കൂട്ടമാണ് ഇന്നലെ 15 മിനിറ്റോളം മത്സരം നിർത്തിവെപ്പിച്ചത്. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ഏകദേശം 20ാമത്തെ ഓവറിലാണ് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാണികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യൻ ബാറ്റർമാർ പാകിസ്ഥാൻ ബൗളർമാർക്കും പ്രാണികൾ വലിയ പ്രശ്നമുണ്ടാക്കി. കളി പുനരാരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ വീണ്ടും പ്രാണികൾ എത്തി മത്സരം രണ്ടാമതും നിർത്തിവെക്കേണ്ടി വന്നു. ഫോഗിംഗ് മെഷീൻ എത്തിച്ച് പ്രാണികളെ തുരത്തിയാണ് മത്സരം പുനരാരംഭിച്ചത്. 3-ാം ഏകദിനത്തിൽ ഓസ്ട്രേലിയ എ ടീമിനെതിരെ 2 വിക്കറ്റ് വിജയം സ്വന്തമാക്കി പരമ്പര നേടിയിരിക്കുകയാണ് ഇന്ത്യ എ ടീം. 317 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 46 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. ഓസ്ട്രേലിയ 49.1 ഓവറിൽ 316 റൺസാണ് എടുത്തത്. T20 ശൈലിയിൽ ബാറ്റ് വീശിയ ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കരുത്തായത്. 68 പന്തുകൾ നേരിട്ട പ്രഭ്സിമ്രാൻ 7 സിക്സറും 8 ഫോറുകളും ഉൾപ്പെടെ 102 റൺസാണ് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും റയാൻ പരാഗും അർദ്ധ സെഞ്ചുറികൾ നേടി. ഓസ്ട്രേലിയക്കായി തൻവീർ സംഗയും ടോഡ് മർഫിയും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിനായി ക്യാപ്റ്റൻ ജാക്ക് എഡ്വേർഡ്സ് 75 പന്തിൽ 89, ലിയാം സ്കോട്ട് 73, കൂപ്പർ കോണോലി 64 എന്നിങ്ങനെ സ്കോറുകൾ കണ്ടെത്തി. ഓസ്ട്രേലിയക്കെതിരെ 8 ഇന്ത്യൻ താരങ്ങൾ പന്തെറിഞ്ഞപ്പോൾ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ആയുഷ് ബദോനി 2ഉം ഗുർജൻ പ്രീത് സിംഗ്, നിഷാന്ത് സന്ധു എന്നിവർ ഓരോ വിക്കറ്റും നേടി. ഏകദിന ക്രിക്കറ്റിലെ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറിയെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ആദ്യ ട്രിപ്പിൾ സെഞ്ചുറി നേട്ടവുമായി ഓസ്ട്രേലിയൻ ബാറ്റർ ഫർജാസ് സിംഗ്. ഗ്രേഡ് ലെവൽ ക്രിക്കറ്റിൽ വെസ്റ്റേൺ സബർബ് താരമായ ഫർജാസ് ഇന്ത്യൻ വംശജൻ കൂടിയാണ്. സിഡ്നി ക്രിക്കറ്റ് ക്ലബിനെതിരെയാണ് താരം വെട്ടിക്കറ്റ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയത്. 141 പന്തിൽ 314 റൺസാണ് ഫർജാസ് അടിച്ചുകൂട്ടിയത്. 35 സിക്സറുകളാണ് ഫർജാസിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. 74 പന്തിൽ ആദ്യ സെഞ്ചുറി തികച്ച ശേഷം പിന്നീട് നേരിട്ട 67 പന്തിലാണ്
214 റൺസ് അദ്ദേഹം എടുത്തത്. 2024 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന അണ്ടർ-19 ലോകകപ്പ് ഫൈനലിലും ഫർജാസ് തിളങ്ങിയിരുന്നു. അന്ന് 55 റൺസ് നേടിയ ഫർജാസ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയക്ക് കിരീടം നേടുന്നതിൽ ഫർജാസിന്റെ ഇന്നിംഗ്സ് വളരെ നിർണായകമായിരുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ജനിച്ച ഫർജാസ് സിംഗിന്റെ വേരുകൾ ഇന്ത്യയിലാണ്. താരത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യൻ വംശജരാണ്. 2000-ലാണ് ഇവർ ചണ്ഡീഗഡിൽ നിന്ന് സിഡ്നിയിലേക്ക് കുടിയേറിയത്. ലാലിഗയിലേക്ക് പോവുകയാണ്. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് തോൽവി. 1-4 ഗോളുകൾക്കാണ് സെവിയയുടെ ജയം. അത്ലറ്റിക്കോ മാഡ്രിഡ് സെൽറ്റ വിഗോ മത്സരം സമനിലയിൽ കലാശിച്ചു. നിശ്ചിത സമയത്ത് 1 ഗോൾ വീതമാണ് ഇരു ടീമുകളും നേടിയത്. റയൽ സൊസിഡാഡിനെ റയോ വയോക്കാന എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് ബ്രെൻഫോർഡിനെ തോൽപ്പിച്ചത്. എർലിംഗ് ഹാലൻഡാണ് വിജയ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ എവർട്ടൺ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്കാണ് എവർട്ടന്റെ ജയം. ലീഗിൽ ക്രിസ്റ്റൽ പാലസിന്റെ ആദ്യ തോൽവി കൂടിയാണിത്. ന്യൂകാസിൽ നോട്ടിംഗ്ഹാമിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ബേൺലിയെ അസ്റ്റൺ വില്ല 2-1 തോൽപ്പിച്ചു. സിംഗപ്പൂരിനെതിരായ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. 23 അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചത്. സുനിൽ ഛേത്രിയും സന്ദേശ് ജിങ്കനും ടീമിൽ തിരിച്ചെത്തി. ഗ്രൂപ്പ് സിയിൽ ഒക്ടോബർ 9-നാണ് സിംഗപ്പൂരിനെതിരായ ഇന്ത്യയുടെ ആദ്യ മത്സരം. ഒക്ടോബർ 14 ഗോവയിൽ ഹോം മത്സരവും കളിക്കും. നിലവിൽ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്.